Hello friends, welcome to us. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്ന് KTU നെറ്റ്വർക്ക് തിയറി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് ആണ്. S3 സെമസ്റ്റർ 3-ലെ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന പേപ്പറിൻ്റെ സൊല്യൂഷൻ, അതായത് മൊഡ്യൂൾ 3-യുടെ സൊല്യൂഷൻ. മൊഡ്യൂൾ 1 ഉം 2-ൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. മൊഡ്യൂൾ 3 ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ മൊഡ്യൂൾ 3-യുടെ ഒരു ജസ്റ്റ് സിലബസ് ബ്രീഫ് എന്ന് പറയുന്നത് ഇതാണ്. മൊഡ്യൂൾ 3-ൽ മെയിനായിട്ട് വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പിന്നെ റിവ്യൂ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇനീഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം, പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബേസിക് സിഗ്നൽസ് ആൻഡ് സർക്യൂട്ട്സ് ഇൻ ടു എസ് ഡൊമൈൻ, പിന്നെ വരുന്നത് ട്രാൻസിയൻറ്റ് അനാലിസിസ് ഓഫ് RL, RC, RLC സർക്യൂട്ട്സ് വിത്ത് ഇമ്പൾസ് സ്റ്റെപ്പ് ആൻഡ് സൈനുസോയിഡൽ ഇൻപുട്ട്, പിന്നെ വരുന്നത് അനാലിസിസ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. അപ്പോൾ അതിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എപ്പോഴും 2 മാർക്സ് 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസും ഉണ്ടാവും, പിന്നെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് 40 മാർക്സിനാണ് ചോദിക്കുക. അതിൽ 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് പാർട്ട് എയിൽ വരുന്ന 2 മാർക്സ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു വേവ് ഫോം നമുക്ക് തന്നിട്ട് ആ വേവ് ഫോമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സിഗ്നൽ തന്നിട്ട് ആ സിഗ്നലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഈ സിഗ്നൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ദിസ് സിഗ്നൽ ഈസ് എ പീരിയോഡിക് സിഗ്നൽ, അല്ലേ? എങ്ങനെയാണ് പീരിയോഡിക് സിഗ്നലാണെന്ന് മനസ്സിലാവുന്നത്? അതായത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഷേപ്പ് ഈ സംഭവം തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആക്ച്വലി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ ദ സിഗ്നൽ ഈസ് പീരിയോഡിക് ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ പീരീഡ്. എത്രയാണ് പീരീഡ് എന്ന് പറയുന്നത്? നോക്കിയേ, 0 മുതൽ 2 വരെ ഉള്ള സംഭവമാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിലെ ആ ഒരു ഫണ്ടമെൻ്റൽ കണ്ടന്റ് എത്ര ഡ്യൂറേഷനിലുണ്ടോ അതാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ കണ്ടന്റ്, അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ദ പീരീഡ് ഈസ് T ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അതൊരു പീരിയോഡിക് സിഗ്നലാണ്. പീരിയോഡിക് സിഗ്നലിലെ പീരീഡ് എന്ന് പറയുന്നത് T ഈക്വൽ ടു 2 ആണ്. ഇനി ഒരു പീരിയോഡിക് സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പീരിയോഡിക് സിഗ്നലിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽ വിത്ത് പീരീഡ് T പീരീഡുള്ള ഒരു സിഗ്നലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി f of s. സോ f of s ക്യാൻ ബി റിട്ടൺ ആസ് f of x എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/1 മൈനസ് e raised to minus st integral 0 to t f of t into e raised to minus st dt. So this is the Laplace transform of periodic signal f of t with period t. അപ്പോൾ ഒരു ടി പീരീഡ് ഉള്ള ഒരു സിഗ്നലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ എഫ് ഓഫ് ടി ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് ടിക്ക് പകരം ഈ സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ഈ സിഗ്നൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഈ സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയേ. ഈ സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 0 മുതൽ 1 വരെയുള്ള ഡ്യൂറേഷനിൽ ആ സിഗ്നലിൻ്റെ വാല്യൂ എത്രയാണ്? 2. 1 മുതൽ 2 വരെയുള്ള ഡ്യൂറേഷനിൽ ആ സിഗ്നലിൻ്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ അതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ ദ എഫ് ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇറ്റ്സ് വാല്യൂ ഈസ് 2 വെൻ 0 ലെസ് ദാൻ t ലെസ് ദാൻ 1 ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 0 വെൻ 1 ലെസ് ദാൻ t ലെസ് ദാൻ 2. സോ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടി തന്നു കഴിഞ്ഞു. എഫ് ഓഫ് ടി വെച്ച് പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഫൊറിയർ ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി. അപ്പോൾ ആക്ച്വലി ഇവിടെ ടൈം പീരീഡിൻ്റെ വാല്യൂ T ഈസ് ഈക്വൽ ടു 2. ടൈം പീരീഡിൻ്റെ വാല്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായി മാറും നോക്കി. ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 to t ആണ്. അപ്പോൾ 0 to 2 വരെ ആയിട്ട് മാറും നമ്മുടെ ഇൻ്റഗ്രൽ. അതിൽ 0 to 2 വരെയുള്ള ഇൻ്റഗ്രലിൽ 0 മുതൽ 1 വരെ സിഗ്നലിൻ്റെ വാല്യൂ 2 ആണ്. 1 മുതൽ 2 വരെ സിഗ്നലിന് വാല്യൂ ഇല്ല, 0 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 to 2 എന്ന് എഴുതുന്നതിന് വരെ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 0 to 1 വരെ കണ്ടുപിടിച്ചാൽ മതി. കാരണം 1 to 2 സിഗ്നലിന് വാല്യൂ ഇല്ല. സോ ദിസ് the integral should be calculated from 0 to 1.
ആൻഡ് ഡ്യൂറിങ് 0 to 1 ദ എഫ് ഓഫ് ടി വാല്യൂ ഈസ്, എഫ് ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? 0-1 എഫ് ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്? 2. ഓക്കെ, ശരിയല്ലേ? 0 to 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ 2, ഇപ്പോൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടിയിൽ ഇ റേസ് ടു മൈനസ് എസ് ടു ടിയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 to 1 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അതിൽ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2നെ നമുക്ക് എന്ത് ചെയ്യാം? 2നെ നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയാം. പിന്നെ ഇ റേസ് ടു മൈനസ് എസ് ടിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി. എന്താ ഇ റേസ് ടു എസ് ടിയുടെ ഇൻ്റഗ്രൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് അല്ലേ? അതല്ലേ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് റേഞ്ചിലാണ്? 0 മുതൽ 1 വരെ. എന്തുകൊണ്ടാണ് ഞാൻ ഇൻ്റഗ്രൽ എങ്ങനെയാണെന്ന് പറയുന്നത്? ഇ റേസ് ടു മൈനസ് എ ടി എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ ആ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ് എത്രയാ? മൈനസ് എ. ഇവിടെ കോൺസ്റ്റൻറ്റ് എത്രയാ? മൈനസ് എസ്. ഓക്കെ, അപ്പോൾ 0 to 1 വരെ ലിമിറ്റ് ആയതുകൊണ്ട് ദിസ് ലിമിറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഫോർ 0 to 1. ഓക്കെ, അപ്പോൾ അത്രയും സംഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s. S2നെ ഞാൻ 2s എന്ന് എഴുതുന്നു. ആൻഡ് ദ ഇൻ്റഗ്രൽ ഷുഡ് ബി, ഇൻ്റഗ്രൽ ആർ കാൽക്കുലേറ്റഡ് ആസ്, ഈ 2നെ പുറത്തെടുത്ത് എഴുതുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇൻറ്റു 2 ഇ റേസ് ടു മൈനസ് എസ്. ഇങ്ങനെയല്ലേ ഇൻ്റഗ്രൽ വരിക എന്ന് പറഞ്ഞത്? അപ്പോൾ ഇതിൽ മൈനസ് എസ്സിൽ ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്യാനില്ലല്ലോ, ടിയിലല്ലേ ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ മൈനസ് എസ്സിനെയും കൂടെ ഞാൻ പുറത്തെടുക്കുകയാണ്. സോ മൈനസ് എസ്സും കൂടെ ഇവിടെ പുറത്തെഴുതുന്നു. ഓക്കെ, ബാക്കി എന്താ വരിക? ഇ റേസ് ടു മൈനസ് എസ് ടി, ദാറ്റ് ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ്, ദാറ്റ് ഷുഡ് ബി, ദ ലിമിറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഫ്രം 0 to 1 അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു എന്താ വരിക? ഇതിൽ അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് എസ് ടി, ടിക്കല്ലേ വാല്യൂ കൊടുക്കേണ്ടത്? സോ അപ്പർ ലിമിറ്റ് എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എത്രയാണ്? 0. ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇ റേസ് ടു മൈനസ് 0, ഇറ്റ്സ് 1. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് 1 എന്ന് വരും അല്ലേ? സോ വെൻ അപ്ലൈയിങ് ലിമിറ്റ് വി വിൽ ഗെറ്റ് ഇ റേസ് ടു മൈനസ് എസ് മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഇവിടെ പുറത്തൊരു മൈനസ് കിടപ്പുണ്ടല്ലേ? ആ മൈനസിനെ വെച്ച് ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് 1 എന്തായിട്ട് മാറും? 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ആയിട്ട് മാറില്ലേ? സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ്. ഓക്കെ, ആക്ച്വലി ഇത്രയും കൊണ്ട് നമ്മൾ വിചാരിക്കും തീർന്നു എന്ന്. പക്ഷേ ഇതിനെ ഇനിയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നത് എന്താ? 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s. അപ്പോൾ ആക്ച്വലി 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ ആണ്. ഈ ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ ആണ് എന്ത്? ഇ റേസ് ടു മൈനസ് 2s വരുന്നത്. അതേപോലെ ഇതിനെ 1 സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായിട്ട് മാറും. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഈ ഇ റേസ് ടു മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2sന് പകരം 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് എസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് നമുക്ക് എഴുതാം. മുകളിലൊരു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഉണ്ട്, ന്യൂമറേറ്ററിലും 1 മൈനസ് ഇ റേസ് ടു എസ് ഉണ്ടാകുമ്പോൾ അത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. സോ ദിസ് ഈസ് ദ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സിഗ്നൽ ഗിവൺ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സിഗ്നലിനെ എന്ത് ചെയ്യണം? സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. എഫ് ഓഫ് ടി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതാന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ പീരിയോഡിക് സിഗ്നലിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ്റെ എക്സ്പ്രഷൻ ഇതും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് derive the time domain response of the RL circuit with step input. അതായത് ഒരു RL സർക്യൂട്ട് ഉണ്ട്, ആ RL സർക്യൂട്ടിൽ സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടൈം ഡൊമൈൻ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ശരിക്കും RL സർക്യൂട്ട് ഇത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ RL സർക്യൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. RL സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? RL സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസും
ഒരു ഇൻഡക്ടറും ഉള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ എൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആർ എൽ സർക്യൂട്ട്. ആർ എൽ സർക്യൂട്ട് വെറുതെ ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും അല്ലല്ലോ, അതിനകത്ത് എന്തുണ്ടാവും, ഒരു സോഴ്സ് ഉണ്ടാവും അല്ലേ. ആ സോഴ്സായിട്ട് നമ്മളിവിടെ ഒരു സോഴ്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് വിത്ത് സ്റ്റെപ്പ് ഇൻപുട്ട്. സോഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട്. ഇൻപുട്ട് എന്താ, സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് യു ഓഫ് ടി. ടൈം ഡൊമെയിൻ റെസ്പോൺസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഡൊമെയിൻ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, ഐ ഓഫ് ടി. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഐ ഓഫ് ടി. അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പം ആ സർക്യൂട്ടിൽ എന്ത് ഔട്ട്പുട്ടാണോ ഉണ്ടാവുന്നത് ആ ഔട്ട്പുട്ടിനാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇൻപുട്ട് യു ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന സമയത്ത് അതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യും, ഐ ഓഫ് ടി. ദാറ്റ് ഈസ് ദ റെസ്പോൺസ്. അപ്പോൾ ഐ ഓഫ് ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐ ഓഫ് ടി കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഇത് ലാപ്ലേസ് ഡൊമെയിൻ മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ ലാപ്ലേസ് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് നമ്മൾ ആ സർക്യൂട്ടിനെ ഡയറക്റ്റായിട്ട് ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്യുക? ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്ന യു ഓഫ് ടി സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, 1/s ആണ്. നമുക്കറിയാം സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. 1ൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ 1/s ആണ്. ഓക്കെ. ഇനി റെസിസ്റ്ററിനെ ലാപ്ലേസ് ഡൊമെയിനിലും റെസിസ്റ്ററായിട്ട് തന്നെ കണക്കൂട്ടാം. സോ റെസിസ്റ്റർ. ഇൻഡക്ടറിനെ ലാപ്ലേസ് ഡൊമെയിനിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക, S × L. ആൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് വിൽ ബി ഐ ഓഫ് ടിക്ക് വരെ നമ്മൾ എന്ത് എഴുതും, ഐ ഓഫ് എസ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഐ ഓഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഐ ഓഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ടൈം ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലാപ്ലേസ് അനാലിസിസ് നടത്തുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ലൂപ്പിൽ KVL ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഓഫ് എസിൻ്റെ വാല്യൂ കിട്ടും. സോ KVL ഗീവ്സ് 1/s. ആക്ച്വലി എങ്ങനെയാണ് വരുന്നത്, ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, പ്ലസ് മൈനസ് രീതിയിൽ ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. സോ ഐ ഓഫ് എസ് എന്ന് പറയുന്നത് മൈനസ് പ്ലസ്, ബാക്കിയെല്ലാം പ്ലസ് മൈനസ്. സോ വി ക്യാൻ റൈറ്റ് ഐ ഓഫ് എസ് 1/s ഈസ് ഈക്വൽ ടു ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് പ്ലസ് ഇതിനെ ക്രോസുള്ള വോൾട്ടേജ്. റെസിസ്റ്ററിനെ ക്രോസുള്ള വോൾട്ടേജ് എത്രയാണ്, ഐ ഓഫ് എസ് എന്ന് പറയുന്ന കറണ്ട് റെസിസ്റ്ററിനെ ക്രോസ് കൂടെ പോകുന്നു. സോ ഐ ഓഫ് എസ് × R പ്ലസ് ഇൻഡക്ടറിനെ ക്രോസുള്ള ഡ്രോപ്പ് എത്രയാണ്, ഐ ഓഫ് എസ് എന്ന് പറയുന്ന കറണ്ട് SL എന്ന് പറയുന്ന ഇമ്പിഡൻസ് കൂടെ പോകുന്നു. സോ ഐ ഓഫ് എസ് × SL. നെക്സ്റ്റ് ഇവിടെ ഐ ഓഫ് എസിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, സോ ടേക്കിംഗ് ഐ ഓഫ് എസ് കോമൺ വിൽ ഗിവ് R + SL. സോ വി ക്യാൻ റൈറ്റ് ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s × R + SL. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഐ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ കിട്ടി, എസ്സിലുള്ള ടേം കിട്ടി. ഇതിൻ്റെ ഐ ഓഫ് ടി കാണും എപ്പോഴും. അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ അറിയാം. ഇന്നുന്ന സംഭവങ്ങൾ ടൈം ഡൊമെയിനിൽ വന്നാൽ ഇന്നുന്ന സംഭവങ്ങൾ ലാപ്ലേസിൽ വരും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എല്ലാം അടിയിൽ കാണാൻ പറ്റുക. ഒന്നുകിൽ 1/s + a, അല്ലെങ്കിൽ 1/s, അല്ലെങ്കിൽ 1/s + a². ഇങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ എപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയായിരിക്കണം, 1 ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്ന എസിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്, L എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണം, അതിനെടുത്ത് പുറത്തേക്ക് ഇടണം. Lനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 1/s × L × ആറിൻ്റെ അകത്ത് Lനെ പുറത്തെടുത്താൽ നമുക്ക് എന്ത് പറയാം, R/L. നമുക്കിവിടെ ആറാ വേണ്ടത്. ഇപ്പോൾ ഇവിടെ L പുറത്തെടുത്തു. ഈ Lനെ അകത്തേക്ക് എടുത്ത് നോക്കിയേ, L × R/L. വീണ്ടും എന്തായി, R. ഓക്കെ. ഈ SLൻ്റെ അകത്ത് Lനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, S. സോ ദ റെപ്രസെൻറ്റേഷൻ വിൽ ബി ലൈക്ക്, ഈ Lനെ മുകളിലേക്ക് എടുക്കുന്നു. സോ 1/L × S × S + R/L. ഇതാണ് ഐ ഓഫ് എസ്. അപ്പോൾ ഐ ഓഫ് എസിനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷനിലാക്കി. പക്ഷേ ഇതിൻ്റെ ഡയറക്റ്റ് ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ഐ ഓഫ് ടി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്രസെൻറ്റേഷനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റണം, ഇറ്റ് ഷുഡ് ബി ലൈക്ക് A/s + B/s. A/s + B/s + R/L. ഈ ഒരു ഫോമിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത്, ഇതിനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുക. ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇതിൻ്റെ ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 1/sൻ്റെ ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം 1. അതേപോലെ 1/s + R/Lൻ്റെ ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ എന്താ, 1 - e⁻⁻ R/L × t. അതായത്
നമ്മുടെ കയ്യിൽ 1/s+a ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് e⁻⁻at ആണ്. അപ്പോൾ ഇവിടെ 1/s+r/l ഉണ്ടെങ്കിൽ ഇവിടെ എക്ക് പകരം എന്താ r/l. അപ്പോൾ e⁻⁻r/l t അതും കിട്ടി. അപ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നിങ്ങളൊന്ന് വാല്യൂറ്റ് ചെയ്താൽ മതി. എൻ്റെയും ബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാം. എൻ്റെ വാല്യൂ നമുക്ക് 1/r കിട്ടും, ബിൻ്റെ വാല്യൂ നമുക്ക് -1/r കിട്ടും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് എന്താ വരിക, 1/r ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1/r ഡിവൈഡഡ് ബൈ എസ് പ്ലസ് r/l. ഓക്കെ, ഇതാണ് ഐ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഐ ഓഫ് ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ സോ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇത് 1/s ആണ്, മുകളിൽ 1/r എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്. സോ 1/r ഇൻറ്റു 1/sൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ 1 മൈനസ് 1/r കോൺസ്റ്റൻറ്റ് അതിന് പുറത്തേക്ക് എടുത്തു 1/s+r/lൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ e⁻⁻t ഇൻറ്റു r/l. So this is the I of t of this is the response അല്ലെങ്കിൽ this is the time domain response of the RL circuit with step input. അപ്പോൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടൈം ഡൊമൈൻ റെസ്പോൺസ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ലാപ്ലേസ് ഡൊമൈൻ വെച്ചുകൊണ്ട് നമ്മൾ സർക്യൂട്ടിനെ അനലൈസ് ചെയ്യുന്ന രീതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എസ് ഡൊമൈനിലുള്ള വാല്യൂ കണ്ടുപിടിക്കും. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ടൈം ഡൊമൈനിലുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/rനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 1/r ഇൻറ്റു 1 മൈനസ് e⁻⁻r/l t. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പാർട്ട് ബിയിൽ നമുക്കറിയാം 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഒരു 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും, ചോയ്സ് ഉള്ള പോലെയാണ്. പക്ഷെ അതിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ 14 മാർക്കിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ല വന്നിരിക്കുന്നത്, 8+6ൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും ചെയ്യണം, എന്നാലേ 14 മാർക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പം 14 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വെരിഫൈ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ തിയറംസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ടൈം ഡൊമൈനിലുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ തിയറംസ് വെരിഫൈ ചെയ്യണം. എന്താ വേണ്ടത്, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ തിയറംസ് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇനീഷ്യൽ വാല്യൂ തിയറം എന്താ, ഫൈനൽ വാല്യൂ തിയറം എന്താണെന്ന് അറിയണം. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടൈം ഡൊമൈനിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ടൈം ഡൊമൈനിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ഈസ് വെൻ t ടെൻസ് ടു 0. t ഈക്വൽ ടു 0 ആകുമ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണോ അതാണ് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടൈം ഡൊമൈൻ ഫംഗ്ഷൻ്റെ ഇനീഷ്യൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ഇനീഷ്യൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ വാല്യൂ തിയറം എന്താണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എഫ് ഓഫ് ടി നമുക്ക് ഇവിടെ ഉണ്ട്. ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എഫ് ഓഫ് എസ് നമുക്കറിയാമെന്ന് വിചാരിക്കാം. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ലാപ്ലേസ് ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ്റെ ടൈം ഡൊമൈൻ സിഗ്നലിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ നമുക്കറിയാമെന്ന് വിചാരിക്കാം. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ടൈം ഡൊമൈനിലുള്ള അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് ലിമിറ്റ് s tending to infinity s into f of s. എന്താണ്, ടൈം ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി, അതിൻ്റെ ലാപ്ലേസ് ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ടൈം ഡൊമൈനിലുള്ള ഇനീഷ്യൽ വാല്യൂ കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എഫ് ഓഫ് എസ് കണ്ടാൽ മതി. സോ ദിസ് ഈസ് ഇനീഷ്യൽ വാല്യൂ തിയറം. സോ ദിസ് ഈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനീഷ്യൽ വാല്യൂ തിയറം ഫൈനൽ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം എന്ത് എഴുതണം, തിയറംസ് എന്താണെന്ന് എഴുതണ്ടേ. ഇതാണ് ഇനീഷ്യൽ വാല്യൂ തിയറം. ഇനി ഇതേപോലെ ഫൈനൽ വാല്യൂ തിയറം അറിയണം. ഫൈനൽ വാല്യൂ തിയറം എന്ന് പറയുന്നത് എന്താ, ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ ഫൈനൽ വാല്യൂ, അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി, അതാണല്ലോ ഫൈനൽ വാല്യൂ. ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോഴുള്ള വാല്യൂ അതാണ് ഫൈനൽ വാല്യൂ. സോ ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി, ലിമിറ്റ് എസ് ടെൻഡിങ് ടു 0 എസ് ഇൻറ്റു എഫ് ഓഫ് എസ് കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഈസ് നോൺ ആസ് ഫൈനൽ വാല്യൂ തിയറം.
അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം എഴുതി വെക്കണം, എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ തിയറി എന്താ, ഫൈനൽ വാല്യൂ തിയറി എന്താ, നമ്മൾ ആദ്യം എഴുതി വെക്കണം. അപ്പോൾ നമ്മളിവിടെ വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, t ടെൻഡിങ് ടു 0 എഫ് ഓഫ് ടിയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, രണ്ടും കണ്ടുപിടിക്കാൻ രക്ഷയുള്ളൂ, എല്ലാത്തിനും ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുക, അതേപോലെ അതിൻ്റെ എസ് ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുക, എസിൻ്റെ എഫ് ഓഫ് എസ് കണ്ടുപിടിക്കുക, എസിന് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ വാല്യൂ തിയറമാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ തിയറമാണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ തിയറം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ലിമിറ്റ് t ടെൻഡിങ് ടു 0, ഈ എഫ് ഓഫ് ടിയിൽ ലിമിറ്റ് t ടെൻഡിങ് ടു 0 കൊടുക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു t ടെൻഡിങ് ടു 0 കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എല്ലാത്തിനും 0 കൊടുക്കുക. സോ e റേസ് ടു -0 ഇൻറ്റു ടി സ്ക്വയർ 0 സ്ക്വയർ ടി ക്യൂബ് 0 ക്യൂബ് സൈൻ 0 സൈൻ 2t, ടിക്ക് 0 കൊടുത്താൽ സൈൻ 0 അല്ലേ, ഇങ്ങനെ കിട്ടും. സോ ഇതെല്ലാം 0 അല്ലേ, ഇത് 0 ഇത് 0 ഇത് 0, മൾട്ടിപ്ലൈ ചെയ്യുന്നത് e റേസ് ടു 0 1 ആണെങ്കിൽ പോലും ഉള്ളിലുള്ളതൊക്കെ 0 + 0 + 0. സോ ദ ഇനീഷ്യൽ വാല്യൂ ഈസ് 0. ടൈം ഡൊമൈനിൽ നമ്മൾ ഇനീഷ്യൽ വാല്യൂ 0 ആണെന്ന് കിട്ടി. ഇനി ഇത് ലാപ്ലേസ് ഡൊമൈനിൽ ചെയ്തിട്ട് 0 ആണെന്ന് വെരിഫൈ ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഫ് ഓഫ് ടി നമുക്കറിയാം, ഇതിൻ്റെ എഫ് ഓഫ് എസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കിട്ടിയ സംഭവം, നമ്മൾ ഇനീഷ്യൽ വാല്യൂ നമ്മൾ ടൈം ഡൊമൈനിൽ കിട്ടി. സോ ലിമിറ്റ് t ടെൻഡിങ് ടു 0 എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ കിട്ടി, അത് തൽക്കാലം ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് എഫ് ഓഫ് എസ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എഫ് ഓഫ് എസ്? എഫ് ഓഫ് എസ് എങ്ങനെ കിട്ടും നോക്കിയേ. അതായത് ഫംഗ്ഷൻ എന്താ, ഇ റേസ് ടു മൈനസ് ടി വെച്ചിട്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് അതിനൊന്ന് ഈ ഇ റേസ് ടു മൈനസ് ടി വെച്ച് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ടി ക്യൂബ് പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ 2t. ഇങ്ങനെയാണല്ലോ വരിക. നമുക്കറിയാം നമ്മൾ ലാപ്ലേസ്, ഇതിൻ്റെയൊക്കെ എഫ് ഓഫ് എസ് അല്ലേ കണ്ടുപിടിക്കുന്നത്, ലാപ്ലേസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി എക്സ്പൊണൻഷ്യൽ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ലേസിലെല്ലാം ഇ റേസ് ടു മൈനസ് AT എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റ് എന്താ, 1/s+a ആണ്. അതായത് എക്സ്പൊണൻഷ്യൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ലാപ്ലേസ് എടുത്തിട്ട് ആ ലാപ്ലേസിലെല്ലാം എസിന് പകരം എന്ത് കൊടുക്കുക, s+a കൊടുക്കുക. ഇ റേസ് ടു -AT വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ, ഇ റേസ് ടു AT വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലോ ഇ റേസ് ടു AT വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s-a ആണ്. അപ്പോൾ നമ്മളെ ഏതിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിച്ചിട്ട് അതിൽ എസിന് പകരം s-a കൊടുക്കുക. അതാണ് എക്സ്പൊണൻഷ്യൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫക്റ്റ്. സോ ഹിയർ ടി സ്ക്വയറിനെയാണ് ഇ റേസ് ടു -t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ടി സ്ക്വയറിൻ്റെ ലാപ്ലേസ് എന്താ, ടി റേസ് ടു n-ൻ്റെ ലാപ്ലേസ് എന്താ, ടി റേസ് ടു n-ൻ്റെ ലാപ്ലേസ്, ടി റേസ് ടു n-ൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് n⁴ ഡിവൈഡഡ് ബൈ s റേസ് ടു n+1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടി സ്ക്വയർ ആണ്. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണ്, n-ൻ്റെ വാല്യൂ 2. അപ്പോൾ 2⁴ ഡിവൈഡഡ് ബൈ s റേസ് ടു 2+1, 2⁴ ഡിവൈഡഡ് ബൈ s³. അപ്പോൾ നമ്മൾ 2⁴2 ഡിവൈഡഡ് ബൈ s³ എന്ന് എഴുതാൻ പോകുമ്പം നമ്മൾ നോക്കണം, അതിന് മുമ്പിൽ ആരുണ്ട്, ഇ റേസ് ടു -t വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇ റേസ് ടു -AT വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എസിനെ മാറ്റി s+a എന്നാക്കണം. ഇ റേസ് ടു -t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എസിനെ മാറ്റി s+1 ആക്കണം. എന്തുകൊണ്ടാണ്, ഇ റേസ് ടു -AT വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/s+a ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എത്രയാ, -1. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, s+1. അപ്പോൾ ഇവിടുത്തെ 2 ഡിവൈഡഡ് ബൈ s³ ആണ് വരേണ്ടത്. ടി സ്ക്വയറിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ s³ ആണ്. പക്ഷേ ഇ റേസ് ടു -t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് s+1³ എന്ന് എഴുതണം. പ്ലസ് രണ്ടാമത്തെ നോക്കിയേ, ഇ റേസ് ടു -t ഇൻറ്റു ടി ക്യൂബ്. ടി ക്യൂബിൻ്റെ ലാപ്ലേസ് എത്രയാ, 3⁴ ഡിവൈഡഡ് ബൈ s റേസ് ടു 3+1 s റേസ് ടു 4 അല്ലേ. അപ്പോൾ 3⁴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ, 3 × 2 ഡിവൈഡഡ് ബൈ
എസ് റേസ് ടു എത്ര എഴുതേണ്ടത്? എസ് റേസ് ടു 4. പക്ഷേ എസ് റേസ് ടു 4 എഴുതാൻ പറ്റില്ല. കാരണം അത് ഇ റേസ് ടു മൈനസ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എസിന് പകരം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? എസ് പ്ലസ് 1 കൺസിഡർ ചെയ്യണം. സോ എസ് പ്ലസ് 1 ഹോൾ റേസ് ടു 4. ഓക്കെ, നെക്സ്റ്റ് സൈൻ 2t. സൈൻ 2tയുടെ കേസ് എന്ത് വരും? സൈൻ 2tയുടെ ലാപ്ലേസ് എന്താ വരിക? സൈൻ 2tയുടെ ലാപ്ലേസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എസിന് പകരം എന്ത് എഴുതണം? എസ് പ്ലസ് 1. സോ ഹിയർ പ്ലസ് എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എസ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ചെയ്തിട്ട് അതിന് എസിന് എന്ത് വാല്യൂ കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. അതാണല്ലോ ഇനീഷ്യൽ വാല്യൂ തിയറം പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ തിയറം ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എസ് ഇൻറ്റു എഫ് ഓഫ് എസ് കാണുക, എന്നിട്ട് ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എസ് ആണ് ഇത്. എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക. പക്ഷേ അവിടെ എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻഫിനിറ്റി വരും, ഇവിടെ ഇൻഫിനിറ്റി വരും. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഇവിടെയും ഇൻഫിനിറ്റി, ഇവിടെയും ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഉള്ള അൺഡിറ്റർമിനൻ്റ് ഫോമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ നോക്കുക, ഇവിടെ എസിൻ്റെ പവർ എത്രയാണ്? 3 ആണ് അല്ലേ? എസ് ക്യൂബ് ആണ് വരുന്നത്. അപ്പോൾ എസ് ക്യൂബ് വെച്ച് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. സോ ദ ഇക്വേഷൻ ബിക്കംസ് 2s, ന്യൂമറേറ്ററിനെ എസ് ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും ഉള്ളിൽ കൊണ്ടിട്ട് ക്യൂബ് മൊത്തത്തിൽ ഇട്ടാൽ പോരെ. ദാറ്റ് ഈസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഹോൾ ക്യൂബ്. റെഡി ആയല്ലോ? കാരണം ഇവിടെ എസ് ക്യൂബ് വരും, ഇവിടെ എസ് ക്യൂബ് വരും, രണ്ട് കട്ട് ചെയ്ത് പോകും, മുകളിലത്തെ ഫംഗ്ഷൻ അങ്ങനെ തന്നെ കിട്ടും. രണ്ടാമത്തെ കേസ് പ്ലസ് ഇവിടെ എന്താ? എസ് റേസ് ടു 4, എസിൻ്റെ പവർ 4. അപ്പോൾ എസ് റേസ് ടു 4 വെച്ച് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ ഇവിടെ 3 × 2 6 ഉണ്ട്, 6s ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഹോൾ റേസ് ടു 4. ഓക്കെ, ഇനി ലാസ്റ്റ് സൈനിൻ്റെ ടേം അല്ലേ? സൈനിൻ്റെ ടേമിൽ എസിൻ്റെ പവർ എത്രയാണ് വരുന്നത്? എസ് സ്ക്വയർ അല്ലേ വരുന്നത്? അപ്പോൾ എസ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. എസ് സ്ക്വയർ വെച്ച് ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയും, അതായത് ഈ ടേമിനെയും എസ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ദ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എസും ഡിനോമിനേറ്ററിലായി. ഡിനോമിനേറ്ററിൽ ഇപ്പോൾ 1/s എന്ന് കിട്ടി. ഈ ഡിനോമിനേറ്ററിൽ എസിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/∞ 0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ആൻസർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനൊന്നും കൂടെ ചുരുക്കി എഴുതാം. 2s/s ക്യൂബിന് നമുക്ക് എന്ത് എഴുതാം? 2/s² എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/s, s/s പ്ലസ് 1/s എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 1/s ഹോൾ ക്യൂബ് പ്ലസ് 6x/s² എന്ന് പറയുന്നത് 6/s ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/s എന്ന് പറയുന്നത് 1 + 1/s ഹോൾ റേസ് ടു 4 പ്ലസ് 2s/s² എന്ന് പറയുന്നത് 2/s ഡിവൈഡഡ് ബൈ 1 + 1/s ഹോൾ സ്ക്വയർ പ്ലസ് 4/s². ഓക്കെ, ഇതിൽ എല്ലാത്തിനും എസിന് ഇൻഫിനിറ്റി അങ്ങ് കൊടുക്കാം. ഓക്കെ, ഇതിലെല്ലാത്തിനും എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ന്യൂമറേറ്ററിൽ 1/s² ആണ്. എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ 0. ഡിനോമിനേറ്ററോ 1 + 1/s. എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ എന്ത് വരും? 0 വരും. സോ 1 + 0 1 വരും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? 0/1 പ്ലസ് രണ്ടാമത്തെ നോക്കിയേ 6/x³ 6/∞ എത്രയാ? 0. സോ 0 ഡിവൈഡഡ് ബൈ 1 + 1/s റേസ് ടു 4. എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 + 0 അതും 1. മൂന്നാമത്തെ ടേമും അതേപോലെ തന്നെ 0/1 കിട്ടും. സോ ദ ടോട്ടൽ വാല്യൂ ഈസ് 0. സോ ഇനീഷ്യൽ വാല്യൂ തിയറം ടൈം ഡൊമൈനിൽ അപ്ലൈ ചെയ്തപ്പോഴും എസ് ഡൊമൈനിൽ അപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് സെയിം ആൻസർ കിട്ടി. സോ ഇനീഷ്യൽ വാല്യൂ തിയറം ഈസ് പ്രൂവ്ഡ് ഹിയർ. ഹൻസ് ഇനീഷ്യൽ വാല്യൂ തിയറം ഈസ് പ്രൂവ്ഡ്. ഇനി ഇതേപോലെ ഫൈനൽ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാം. നമുക്ക് ഫൈനൽ വാല്യൂ തിയറത്തിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. നമുക്ക് കണ്ട ഫൈനൽ വാല്യൂ ആണ് അല്ലേ? എഫ് ഓഫ് ടിയുടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടിയിൽ ഫൈനൽ വാല്യൂ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ലിമിറ്റ് t ടെൻഡിങ് ടു ഇൻഫിനിറ്റി
എഫ് ഓഫ് ടി കാണണം. അപ്പോൾ ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി എന്താ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു ബ്രാക്കറ്റിൽ എന്തൊക്കെയോ ഉണ്ട്. നമുക്കറിയാം ഇ റേസ് ടു ഇൻഫിനിറ്റിയുടെ മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എത്രയാണ്? 0 വെച്ച് ആ ബ്രാക്കറ്റിലുള്ള എന്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ദ ഫൈനൽ വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. ഇതേ സംഭവം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ വാല്യൂ അപ്ലൈ ലാപ്ലേസ് ഡൊമൈനിൽ ചെയ്താൽ മതി. ലാപ്ലേസ് ഡൊമൈനിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എസ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എസ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും എന്താ നമുക്ക് കിട്ടുക? ഇതിൻ്റെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ ക്യൂബ് കിട്ടും. പ്ലസ് അടുത്ത ടേം എന്ത് വരും? 6 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ റേസ് ടു 4 കിട്ടും. പ്ലസ് ലാസ്റ്റ് ടേം എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ചെയ്യണം. എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് എസ് ടെൻഡിങ് ടു 0 കൊടുക്കണം. ആക്ച്വലി നോക്കി എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെയൊക്കെ എസ് വരും അല്ലേ? എന്നിട്ട് എസിന് 0 കൊടുക്കണം. നോക്കിയേ, ഫസ്റ്റിലത്തെ എസിന് 0 കൊടുത്ത് നോക്കിയേ. മുകളിൽ 2 ഇൻറ്റു എസ്, 2 ഇൻറ്റു 0, മുകളിൽ 0, അടിയിലോ 0 പ്ലസ് 1 എന്ന് പറയുന്നത് 1. സോ ഫസ്റ്റ് ടേം വിൽ ബി 0 by 1. സെക്കൻഡ് ടേമോ 6s 0, ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 1 ദാറ്റ് ഈസ് 1. പ്ലസ് തേർഡ് ടേം അത് 2 ഇൻറ്റു 0 0, എസ് പ്ലസ് 1 0, അടിയിൽ 2 ഇൻറ്റു 0, അടിയിലിപ്പം 4 വന്നു കഴിഞ്ഞാൽ 0 by 4 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ 0 പ്ലസ് 0 പ്ലസ് 0 എന്ത് കിട്ടും? 0. സോ ഫൈനൽ വാല്യൂ തിയറം ഈസ് ഓൾസോ പ്രൂവ്ഡ്. ഇങ്ങനെ ചെയ്യുമ്പോഴും ടൈം ഡൊമൈനിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം ഇക്വേഷൻ കിട്ടി, സെയിം ആൻസർ കിട്ടി. സോ ഹിയർ ഇനീഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ വാല്യൂ തിയറംസ് ആർ പ്രൂവ്ഡ്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. നെക്സ്റ്റ്, derive the time domain response of an RC network for unit ramp input by assuming the initial conditions as 0. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു നെറ്റ്വർക്കിൻ്റെ ടൈം റെസ്പോൺസ് കണ്ടുപിടിച്ചു. അത് ഏതിൻ്റെ? RL നെറ്റ്വർക്കിൻ്റെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് RC നെറ്റ്വർക്കിൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ കാണാൻ അല്ലെങ്കിൽ ടൈം റെസ്പോൺസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ RC നെറ്റ്വർക്ക് എന്താണെന്ന് അറിയണം. RC നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ RL ആയിരുന്നെങ്കിൽ ഇപ്പോൾ RC, റെസിസ്റ്ററും കപ്പാസിറ്ററും. ഓക്കെ, ഇനി അതിൻ്റെ ഇൻപുട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇൻപുട്ടായിട്ട് നമ്മളിവിടെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. റാമ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഓഫ് ടി ആണ് റാമ്പിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആർ ഓഫ് ടി അല്ലെങ്കിൽ ടി ആണ് റാമ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ടിൻ്റെ ടൈം ഡൊമൈൻ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, ഐ ഓഫ് ടി. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ ഓഫ് ടി എന്നാണ് സ്റ്റെപ്പ്. അപ്പോൾ ഐ ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ലാപ്ലേസ് ഡൊമൈൻ എന്നുള്ള ലാപ്ലേസ് അനാലിസിസ് എന്നുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് എന്തായാലും ലാപ്ലേസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലാപ്ലേസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റെസ്പോൺസ് കണ്ടുപിടിക്കണം. ലാപ്ലേസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം വരാമെന്ന് നോക്കിയേ. ടി എന്ന് പറയുന്നതിൻ്റെ ലാപ്ലേസ് എത്രയാണ്? ടി എന്ന് പറയുന്നതിൻ്റെ ലാപ്ലേസ് 1/s² ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടി റേസ് ടു എന്നിൻ്റെ എത്രയാണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു n പ്ലസ് 1. ഇവിടെ ടി റേസ് ടു 1 ആണ്. സോ 1/s². റെസിസ്റ്റൻസ് 6 തന്നെ. കപ്പാസിറ്ററിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ എന്താ? 1/sc. ഐ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഐ ഓഫ് എസ് ആയിട്ട് മാറും. ഇത്രയാണ് വ്യത്യാസം വരിക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ മൊത്തം സർക്യൂട്ടിൻ്റെ അകത്ത് KVL അപ്ലൈ ചെയ്യാം. KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് we can write, that is applying KVL across this network. So KVL gives എന്താ വരിക? ഫസ്റ്റ് ഇത് മൈനസ് പ്ലസ്, ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് മൈനസ്, ഇവിടുത്തെ വോൾട്ടേജും പ്ലസ് മൈനസ്. അപ്പോൾ മൈനസ് പ്ലസ് ഉള്ളതിനെ പ്ലസ് ആയിട്ട് എടുക്കുക, പ്ലസ് മൈനസ് ഉള്ളതിനൊക്കെ മൈനസ് ആയിട്ട് എടുക്കുക. സോ വി ക്യാൻ റൈറ്റ് 1/s² ഈസ് ഈക്വൽ ടു ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് ഐ ഓഫ് എസ് ഇൻറ്റു 1/sc. So taking I of s as common, I of s into r plus 1/s. ഇതങ്ങനെ എഴുതി പോകാനുള്ള ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് I of s ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. സോ I of s is equal to 1/s² into r plus 1/sc. So this is equal to ഈ എസ് സി വെച്ച് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിനെ 1 ഡിവൈഡഡ് ബൈ s² ഇൻറ്റു RCS പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാമല്ലോ. അതിൽ s² എസിൻ്റെ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? ഈ സി ന്യൂമറേറ്ററിൽ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 1 പ്ലസ് RCS
ഇനി നേരത്തെ പറഞ്ഞ പോലെ എസിൻ്റെ ഒരുവിധ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാപ്ലേസ് ഡൊമെയിൻ റെപ്രസെൻറ്റേഷനിലെല്ലാം എസിൻ്റെ കൂടെ എന്തുണ്ടാവില്ല, കോഎഫിഷ്യൻറ്റ് 1 ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ആർ സി എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഉണ്ട്. ആ ആർ സി എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് നമ്മൾ എങ്ങോട്ട് എടുക്കണം, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ആർ സി എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സി ഡിവൈഡഡ് ബൈ ആർ സി ഇൻറ്റു ഈ 1 എന്ന് ആർ സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക, 1/RC ആണ് ഉണ്ടാവുക. സോ 1/RC പ്ലസ് ആർ സി എസ് എന്ന് ആർ സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എസ്. സോ ദ ഇക്വേഷൻ വിൽ ബി ലൈക്ക്, ഇവിടെ സിയും ക്യാൻസൽ ചെയ്ത് പോവും, 1/R ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC. സോ ദിസ് ഈസ് ദ ഐ ഓഫ് എസ് റെപ്രസെൻറ്റേഷൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പകുതി പാർട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളോട് ഐ ഓഫ് ടി ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഐ ഓഫ് എസ് കണ്ടുപിടിച്ചു. ഐ ഓഫ് എസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ 6 മാർക്കിൻ്റെ പകുതി മാർക്ക് കിട്ടും. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഒരു ടേം മിസ്സിംഗ് ഉണ്ട്, കാരണം ഇവിടെ എസ് ഇൻറ്റു ഇല്ലേ, ആ ടേം നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, സോ ഹിയർ ദർ ഇസ് എൻ എസ്. ഓക്കെ, ഇതിനെ നമ്മളിനി എങ്ങനെ സോൾവ് ചെയ്യും? ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ സാധാരണ മെത്തേഡിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പം 1/S ആണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്, 1/S പ്ലസ് എ ആണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്, 1/S ഇൻറ്റു എസ് പ്ലസ് എ എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് നമുക്ക് കിട്ടിയ എക്സ്പ്രഷനെ നമ്മൾ എങ്ങനെ നമ്മൾ തിരിച്ചെഴുതാം, എ ഡിവൈഡഡ് ബൈ, അതായത് ഈ കിട്ടിയ എക്സ്പ്രഷനെ ദിസ് ഷുഡ് ബി റിട്ടൺ ആസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC ഇങ്ങനെ എഴുതണം. എന്നിട്ട് എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ 1/Sൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം, 1/S പ്ലസ് 1/RCയുടെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. പിന്നെ അത് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യലാണ് ഇവിടുത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷനിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, സാധാരണ ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, എസിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ ന്യൂമറേറ്ററിനെയും നമ്മൾ കമ്പയർ ചെയ്യും. എസിൻ്റെ ടേംസിനെ കമ്പയർ ചെയ്യും, കോൺസ്റ്റൻറ്റ് ടേമിനെ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. ഇത് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ഇക്വേഷനില്ലേ, ആ മൊത്തം ഇക്വേഷനിൽ എ ഡിവൈഡഡ് ബൈ എസ് അല്ലേ എന്റെ ഡിനോമിനേറ്ററായിട്ട് വരുന്നത്, ആ ഡിനോമിനേറ്ററിനെ ഒഴിവാക്കിയിട്ട് ആ ഇക്വേഷൻ എഴുതാം, എസ് പ്ലസ് 1/RC. എന്നിട്ട് എസിന് എന്ത് വാല്യൂ കൊടുക്കുക, എസിന് 0 കൊടുക്കുക. എന്തിനാ എസിന് 0 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ 0 ആക്കാൻ എന്താ ചെയ്യേണ്ടത്, എസിന് 0 കൊടുക്കണം. ആ എസിന് 0 ഈ മൊത്തം ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ ആ എസിൻ്റെ ശല്യം ആദ്യം ഒഴിവാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും എയുടെ വാല്യൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, 1/R ഡിവൈഡഡ് ബൈ 1/RC. സോ ദിസ് ഈസ് ഈക്വൽ ടു സി. ഓക്കെ അല്ലേ, എസിന് 0 കൊടുക്കുന്ന സമയത്ത് 1/RC, ന്യൂമറേറ്ററിൽ 1/R. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി, എയുടെ വാല്യൂ കിട്ടി. ഇതേപോലെ നമുക്ക് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ബി വാല്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/R. ബിൻ്റെ ഇക്വേഷനിൽ എന്താ വരുന്നത്, ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എസിന് മൈനസ് 1/RC കൊടുക്കണം. അപ്പോൾ ഈ മൊത്തം ഇക്വേഷൻ എടുത്തിട്ട് ഇതിൽ എസിന് മൈനസ് 1/RC കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തമായിട്ട് 0 ആവും, ഇത് മൊത്തം ഇൻഫിനിറ്റിയും കിട്ടും. അപ്പോൾ നമ്മൾ ഇയാളെ ഒഴിവാക്കിയിട്ട് ഇക്വേഷൻ എഴുതാം, അതായത് 1/R/S. എന്നിട്ട് എന്ത് ചെയ്യുക, എസിന് എന്ത് വാല്യൂ കൊടുക്കുക, എസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/RC. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/R ബൈ മൈനസ് 1/RC. സോ ദ ആൻസർ വിൽ ബി -C. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതിൻ്റെ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടി. സോ വി ക്യാൻ റൈറ്റ് ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയത്, സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് മറ്റേ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, -C ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഐ ഓഫ് ടി കണ്ടുപിടിക്കാം. കാരണം അത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്, അതിന് ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ ഓഫ് ടി കിട്ടും. സോ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു C/S. സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, C × 1/S. C × 1/S എന്ന് പറയുന്നതിന്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ C × 1. 1ന്റെ ലാപ്ലേസ് ആണ് 1/S. നെക്സ്റ്റ് ഇവിടെ മൈനസ് എന്ന് എഴുതുന്നു, കാരണം പ്ലസ് മൈനസ് സി അല്ലേ. സോ -C × 1/S പ്ലസ് 1/RC.
1/s plus a എന്ന് പറയുന്നത് എന്താ, e⁻⁻80 ആണ്. 1/s plus a എന്ന് പറയുന്നതിൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, e⁻80. ഇവിടെ എക്ക് പകരം ആരാ ഉള്ളത്, 1/rc. സോ വി ക്യാൻ റൈറ്റ് e into -t divided by rc. So this is equal to c into 1 minus e⁻⁻t by rc. So this is the time domain representation for the I of t. അല്ലെങ്കിൽ ഇതാണ് ടൈം ഡൊമൈനിലുള്ള I of tയുടെ വാല്യൂ. ഓക്കെ, അതിൽ പ്രത്യേകം ഇനീഷ്യൽ കണ്ടീഷൻസ് 0 കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഈ സാധനം ചെയ്തത്. ഇനീഷ്യൽ കണ്ടീഷൻ 0 കൊടുക്കരുത് അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കപ്പാസിറ്ററിനെ മാത്രം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കപ്പാസിറ്ററിനൂടെ വോൾട്ടേജ് സോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, evaluate I of t in the network for VA of t is equal to 20 sin 10t. Switch is closed at t is equal to 0. Assume that the initial value of current through the inductor is 0. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താ, ഈ സർക്യൂട്ട് ഒരു AC സർക്യൂട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ആയിട്ട് ഉള്ളത് എന്താ, ഒരു AC സിഗ്നലാണ് അല്ലേ. അതിൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്വിച്ച് കാണാം അല്ലേ. അപ്പോൾ ഒരു സോഴ്സ് ഉണ്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിൽ ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിലേക്ക് ഒരു സോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ചിങ് നടക്കുന്നുണ്ട്. ഏത് ഇൻസ്റ്റൻറ്റിലാണ് സ്വിച്ചിങ് നടക്കുന്നത്, t = 0. അപ്പോൾ t = 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ഈ സ്വിച്ച് എന്ത് സംഭവിക്കും, ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ t<0 ഈ സ്വിച്ച് ഓപ്പൺ ആയിരുന്നു, t = 0 സ്വിച്ച് ക്ലോസ് ആവുന്നത്. സ്വിച്ച് ക്ലോസ് ആയി കഴിഞ്ഞാൽ നോക്കിയേ, ഈ എലിമെൻസുമായിട്ട് ഈ സോഴ്സിന് കണക്ഷൻ വരിക. അതുവരെ ഈ സ്വിച്ച് ഓപ്പൺ ആയിരുന്ന സമയത്ത് ഈ സോഴ്സിന് ഈ എലിമെൻസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ, ഇത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ സർക്യൂട്ട് അല്ലേ, അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത മൊമെൻറ്റിൽ മാത്രമാണ് ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ t>0 മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, I of t ഉണ്ടാവുള്ളൂ. when t is less than 0, I of t is equal to 0. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ട്രാൻസിയൻ്റ് അനാലിസിസിൽ വരുന്ന പ്രോബ്ലംസ്. അതായത് പെട്ടെന്ന് സ്വിച്ച് ക്ലോസ് ചെയ്യുക, സ്വിച്ച് ഓപ്പൺ ചെയ്യുക, ആ സമയത്ത് സർക്യൂട്ടിൽ എനർജി സ്റ്റോറേജ് എലിമെൻ്റ് ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള കേസിലാണ് ട്രാൻസിയൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ട്രാൻസിയൻ്റ് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ആണ്. നമ്മുടെ സിലബസിനുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ഇൻ ട്രാൻസിയൻറ്റ് സർക്യൂട്ട്സ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് t>0 ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുക. കാരണം സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. നമ്മളോട് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇവാലുവേറ്റ് I of t ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ I of t ഫ്ലോ ചെയ്യുന്നത് എപ്പോഴാണ്, സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം. അപ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ്വർക്ക് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതും ഏത് ഡൊമൈനിൽ കൺസിഡർ ചെയ്യണം, I of s ഡൊമൈനിൽ കൺസിഡർ, അത് S ഡൊമൈനിൽ കൺസിഡർ ചെയ്യണം. ഓൾസോ ഗിവൻ ദാറ്റ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ കറണ്ട് ത്രൂ ഇൻഡക്ടർ ഈസ് 0. ഇൻഡക്ടറിന് അക്രോസ് ഇനീഷ്യൽ കറൻസ് ഒന്നും ഇല്ല എന്നുള്ളത് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡക്ടറിന് അക്രോസ് ഇനീഷ്യൽ കറൻസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇവിടെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് S ഡൊമൈനിൽ ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ അതും കൂടെ S ഡൊമൈനിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ സർക്യൂട്ട് ഇങ്ങനെയാണ്. ഈ സർക്യൂട്ട് t>0 ഇൻസ്റ്റൻറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്വിച്ച് എങ്ങനെയായിരിക്കും, സ്വിച്ച് ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് I of tയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ലാപ്ലേസ് ഡൊമൈനിൽ ചെയ്യണം. ലാപ്ലേസ് ഡൊമൈനിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന എല്ലാ ടൈം ഡൊമൈൻ സാധനത്തിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയേ, ഇവിടെ 20 sin 10t ഒരു സൈൻസോയിഡൽ ഫംഗ്ഷൻ sin AT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ b × sin AT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലാപ്ലേസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ b അവിടെ നിൽക്കട്ടെ, കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് എന്തുണ്ടെങ്കിലും ലാപ്ലേസിൽ അത് വരും, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ sin AT മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് എഴുതാം, a/s² + a². ഇനി ഇതിൻ്റെ കൂടെ 10 ഉണ്ടോ, ആ 10 ഇവിടെ വരും. ഇതിൻ്റെ കൂടെ 100 ഉണ്ടോ, ആ 100 ഇവിടെ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 20 sin 10t ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്, 10 ആണ്. അത് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതല്ലേ. ബാക്കി I of t I of s ആവും. 6 ohm എന്ന് പറയുന്നത് 6 ohm തന്നെ. 2 ഹെൻറി എന്ന് പറയുന്നത് എന്താവും, ഇൻഡക്ടറിൻ്റെ വാല്യൂ L എന്ന് പറയുന്നതാണ് ഇൻഡക്ടറിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ S ഡൊമൈനിൽ എന്താവും, SL. അപ്പോൾ ഇവിടെ എന്താവും, SL-ന് പകരം 2, സോ S2 ohm. ഓക്കെ, ഇനി I of t will be I of s.
എസ് ഡൊമൈനിൽ ഐ ഓഫ് എസ് ആവും. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ല. ഇതിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 20 ഇൻറ്റു എ എത്രയാ 10 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ഒരു സിമ്പിൾ സർക്യൂട്ട് വിത്ത് എ സോഴ്സ് ഓഫ് വാല്യൂ ദിസ് വൺ ആൻഡ് എ കറണ്ട് ഐ ഓഫ് എസ് ഇസ് ഫ്ലോയിങ്. ദർ ആർ 2 ഇംപിഡൻസസ്, വൺ വിത്ത് വാല്യൂ 6 ohm, അനദർ വിത്ത് വാല്യൂ S2 ohm. ജസ്റ്റ് KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഐ ഓഫ് എസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ KVL gives എന്താ KVL തരിക? ഫസ്റ്റ് വോൾട്ടേജുകൾ എങ്ങനെയാണ് വരിക? ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, അതിൻ്റെ പൊളാരിറ്റി എത്രയാ? മൈനസ് പ്ലസ്. അതേപോലെ ഇതിനെ ക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിൻ്റെ പൊളാരിറ്റി പ്ലസ് മൈനസ്, ഇതിൻ്റെ പൊളാരിറ്റി പ്ലസ് മൈനസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ മൈനസ് പ്ലസ് ഉള്ളതിന് മുഴുവൻ പോസിറ്റീവായിട്ട് എടുക്കുക, പ്ലസ് മൈനസ് ഉള്ളതിന് മുഴുവൻ നെഗറ്റീവായിട്ട് എടുക്കുക. സോ വി ക്യാൻ റൈറ്റ് 20 ഇൻറ്റു 10 നമുക്ക് 200 എന്ന് എഴുതാം. സോ 200 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100 ഈസ് ഈക്വൽ ടു, മറ്റേതിനെ മുഴുവൻ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതാം. അല്ലെങ്കിൽ KVL എങ്ങനെ എഴുതുക? ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. അതിൽ ഇവൻ മാത്രം മൈനസ് ടു പ്ലസ്, ബാക്കിയെല്ലാം പ്ലസ് മൈനസ് ആയതുകൊണ്ട് എല്ലാത്തിനും മൈനസ് പ്ലസ് ഉള്ളതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിർത്തി, പ്ലസ് മൈനസ് ഉള്ളതിനൊക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 6 ohമിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് എത്രയാ? 6 ohമിൽ കൂടെയുള്ള കറണ്ട് എത്രയാ? ഐ ഓഫ് എസ്. അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ? 6. ഓക്കെ, 2 ഹെൻറിക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ് എത്രയാ? 2 ഹെൻറിയിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ? ഐ ഓഫ് എസ്. 2 ഹെൻറിന്റെ ഇംപിഡൻസ് എത്രയാ? S2 ohm. സോ വി ക്യാൻ റൈറ്റ് 2S അല്ലെങ്കിൽ S2 എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്ത് ഐ ഓഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഹിയർ ഫ്രം ദ റൈറ്റ് സൈഡ് വി ക്യാൻ റൈറ്റ് ഐ ഓഫ് എസിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 + 2S എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഐ ഓഫ് എസ് കണ്ടുപിടിക്കാം. സോ ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 6 + 2Sന് 2S + 6 എന്ന് എഴുതുന്നുണ്ട്. സോ 2S + 6 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇതാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഐ ഓഫ് എസ്. ഇവിടെ ഐ ഓഫ് എസ് കണ്ടുപിടിച്ചാൽ പോരാ, നമുക്ക് കാണേണ്ടത് ഐ ഓഫ് ടി ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐ ഓഫ് എസ് കണ്ടുപിടിക്കുക. പകുതി മാർക്ക് അവിടെ. അപ്പോൾ നമുക്കിവിടെ ഐ ഓഫ് എസ് കിട്ടി. ഈ ഐ ഓഫ് എസിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഐ ഓഫ് ടി കണ്ടുപിടിക്കണം. അത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇത്രയും ചെയ്താൽ നമുക്ക് പകുതിയുടെ അടുത്തുള്ള മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിൽ ഇവിടെ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇരിക്കുന്നത് അല്ലേ? നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇരിക്കുന്നത്. അതിന് നമുക്ക് അറിയാവുന്ന ലാപ്ലേസ് റെപ്രസെൻറ്റേഷനിലേക്ക്, അല്ലെങ്കിൽ ലാപ്ലേസ് ഏതിൻ്റെ വാല്യൂ ആണോ നമുക്ക് അറിയുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ആക്ച്വലി ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യാം. അതായത് ഇവിടെ മുകളിൽ 200 ഉണ്ട് ഡിവൈഡഡ് ബൈ ഈ 2S + 6 എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് 2 പുറത്തെടുക്കാം. കാരണം എസിൻ്റെ വാല്യൂ 1 ആക്കുകയും ചെയ്യാം. അതെന്തായാലും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. എസിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 2 അവിടെ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു S + 3 ആയിട്ട് മാറും. അതല്ലേ S + 6 അല്ലേ? 6 എന്ന് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ S + 3. ഇവിടെ മറ്റേത് S² + 100 തന്നെ. Okay, so here 200 will be cancelled and the final value will be 100 divided by S + 3 into S² + 100. നമ്മൾ നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് 2-3 പ്രോബ്ലംസ് ചെയ്തു. സാധാരണ ഇപ്പം A ഡിവൈഡഡ് ബൈ S + B ഡിവൈഡഡ് ബൈ S + A ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത് ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ അനുസരിച്ചാണ് ചെയ്യുക. ഡിനോമിനേറ്ററിലുള്ള എസിൻ്റെ പവർ 1 ആണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള പാർഷ്യൽ ഫ്രാക്ഷനുകൾ ചെയ്യുള്ളൂ. ഇനി എസിൻ്റെ പവർ 2 ആവുന്ന കേസിൽ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പകരം എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ S + 3 പ്ലസ് ബിക്ക് പകരം നമ്മൾ BS + C ഡിവൈഡഡ് ബൈ S² + 100. അതായത് അടിയിൽ എസിൻ്റെ പവർ 2 ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുള്ള ക്വാഡ്രാറ്റിക്കിനേക്കാൾ ഒരു പവർ ഡിഫറൻസിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറും.
അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എയും ബിയും ഇവാലുവേറ്റ് ചെയ്യണം. എയും ബിയും ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്? ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസിനെ കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ എക്സ്പ്രഷനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ രീതിയിൽ മാറ്റുകയാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനെ ഈ രീതിയിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, രണ്ടും സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവത്തിന് ഇതിൻ്റെ അകത്ത് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കി, ഈ സംഭവം ഇങ്ങോട്ട് വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. സോ എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100 പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എഴുതാം. സോ എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100 പ്ലസ് രണ്ടാമത് എന്ത് വരും, എസ് പ്ലസ് 3 ഇൻറ്റു ബി എസ് പ്ലസ് സി. ഡിനോമിനേറ്ററിൽ എന്ത് വരും, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കൂടെ. സോ ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100. സോ നമ്മൾ പറയുന്നത് എന്താ, ഈ സംഭവത്തിന്, അതായത് ഈ മൊത്തം സാധനത്തിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ സംഭവവും ഇതും സെയിം ആയിരിക്കണ്ടേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ എസ് പ്ലസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100, എസ് പ്ലസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 100. ന്യൂമറേറ്ററും അപ്പോൾ സെയിം ആയിരിക്കണ്ടേ, എന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ടേമിനെ എക്സ്പാൻഡ് ചെയ്യുക, ഇവിടെയുള്ള ന്യൂമറേറ്ററുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ടേമിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് എഴുതി നോക്കിയേ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ എസ് സ്ക്വയർ പ്ലസ് എ 100 നമുക്ക് ഇവിടെ എഴുതാം. സോ ന്യൂമറേറ്റർ വിൽ ബി എ എസ് സ്ക്വയർ പ്ലസ് എ 100. പിന്നെ എന്താ വരുന്നത്, എസ് പ്ലസ് 3 ഇൻറ്റു ബി എസ് പ്ലസ് 3. അപ്പോൾ എസ് പ്ലസ് 3 എസ്, ഇതിൽ എസ് വെച്ച് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, 3 വെച്ച് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ബി എസ് സ്ക്വയർ വരും, സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സി എസ് വരും. സോ ബി എസ് സ്ക്വയർ പ്ലസ് സി എസ്. പിന്നെ ആരാ ബാക്കിയുള്ളത്, 3 ഇൻറ്റു ബി എസ്, 3 ഇൻറ്റു സി. സോ 3bs പ്ലസ് 3 ഇൻറ്റു സി. ഇതാണ് ന്യൂമറേറ്റർ വരിക. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ ന്യൂമറേറ്റർ എന്താ ഉള്ളൂ, 100 മാത്രമേ ഉള്ളൂ. സോ ഹിയർ ദിസ് സൈഡ് ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡ് ന്യൂമറേറ്റർ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടുക നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എസ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, എസിൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റൻ്റ് ടേം ഉണ്ട്. റൈറ്റ് സൈഡിൽ എസ് സ്ക്വയർ ഇല്ല, എസ് ഇല്ല, കോൺസ്റ്റൻ്റ് ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള എസ് സ്ക്വയറിൻ്റെ ടേമിനെ മുഴുവൻ നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെയുള്ള എസിൻ്റെ ടേമിനെ മുഴുവൻ നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെയുള്ള കോൺസ്റ്റന്റ് ടേമിനെ നമുക്ക് 100ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെ വാല്യൂ കിട്ടും. എസ് സ്ക്വയറിൻ്റെ ടേം നോക്കിയേ, എ സ്ക്വയർ പ്ലസ് ബി എസ് സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ബി. ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എസിൻ്റെ കോഎഫിഷ്യൻസ് ഒന്ന് നോക്കിയേ. എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതൊക്കെയാണ് വരുന്നത്, സി എസും 3bs അല്ലെങ്കിൽ സിയും 3b ആണ് എസിൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻസും ഇല്ലല്ലോ. സോ വി ക്യാൻ റൈറ്റ് സി പ്ലസ് 3b ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു മൈനസ് 3b. രണ്ട് കണ്ടീഷൻ കിട്ടി. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താ, എ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കിട്ടി. സി ഈക്വൽ ടു മൈനസ് 3b എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ടേമിനെ ഇക്വേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ടേം ഏതൊക്കെയാ, എ ഇൻറ്റു 100 ഉണ്ട്, പിന്നെ 3c ഉണ്ട് അല്ലേ, വേറെ കോൺസ്റ്റന്റ് ടേം ഒന്നും ഇല്ലല്ലോ. സോ എ ഇൻറ്റു 100 പ്ലസ് 3c ഈസ് ഈക്വൽ ടു എത്രയാ കോൺസ്റ്റന്റ്, 100. ഓക്കെ, ഇതിൽ സിയുടെ വാല്യൂ മൈനസ് 3b ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൂടാതെ ബി എന്ന് പറയുന്നത് മൈനസ് എ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് മൈനസ് ബി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ സി ഈസ് ഈക്വൽ ടു 3b എന്നുള്ളടുത്ത് സി ഈസ് ഈക്വൽ ടു 3a എന്ന് എഴുതിക്കൂടെ, കാരണം മൈനസ് ബി എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, 3a എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 3cക്ക് പകരം നമ്മൾ 3യിൽ സിക്ക് പകരം എന്ത് കൊടുക്കാം, 3a എന്ന് കൊടുക്കാം. സോ എ ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു സിക്ക് പകരം എന്ത് കൊടുക്കും, 3a ഈക്വൽ ടു 100 വിച്ച് ഇംപ്ലൈസ് എ ഇൻറ്റു 100 9 ഇൻറ്റു എ എത്രയാണ് വരിക, 109 ടൈംസ് എ ഈസ് ഈക്വൽ ടു 100. സോ എ വാല്യൂ ഈസ് 100/109. ഇതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുക 0.92 ആണ് കിട്ടുക.
അപ്പോൾ എയിൻ്റെ വാല്യൂ 0.92 കിട്ടിക്കഴിഞ്ഞാൽ ബിയിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? -0.92 ആയിട്ട് മാറും. അതേപോലെ ഇതിൻ്റെ അകത്ത് ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സിയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സിയിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 2.76 ആണ്. അപ്പോൾ സി 2.76, എയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.92, ബിയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.92. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഏത് ഫോമിലായിരുന്നു? ആ ഇക്വേഷനിലല്ലേ നമ്മൾ എയും ബി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത ഇക്വേഷനിലല്ലേ നമ്മൾ എയും ബിയും ചെയ്തത്? അപ്പോൾ ആ ഇക്വേഷനിൽ എയിൻ്റെയും ബിയിൻ്റെയും സിയിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ ഫൈനൽ എക്സ്പ്രഷൻ വിൽ ബി എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. അങ്ങനെയായിരുന്നില്ലേ നമ്മുടെ എക്സ്പ്രഷൻ? സോ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100. ഇതായിരുന്നു നമ്മുടെ എക്സ്പ്രഷൻ. അതിൽ എയിൻ്റെ വാല്യൂ കിട്ടി. എയിൻ്റെ വാല്യൂ 0.92 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 പ്ലസ് ബിയിൻ്റെ വാല്യൂ എത്രയാണ്? -0.92 ഇൻറ്റു എസ് പ്ലസ് സിയിൻ്റെ വാല്യൂ എത്രയാണ്? 2.76. സോ 2.76 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഫോമിലേക്ക് ആയോ ഇക്വേഷൻസ്? ഏകദേശം ഈ ടേം അങ്ങനെ തന്നെയായി ഇല്ലേ? 1/s+3 അത് നമുക്കറിയാം. ഈ ടേമിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? 0.92 എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100, 2.76 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100. അപ്പോൾ നമുക്ക് ഫൈനൽ ഇതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അങ്ങനെ എഴുതാവും. ദിസ് ഈസ് ഈക്വൽ ടു 0.92 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 മൈനസ് 0.92 s divided by s square plus 100 plus 2.76 divided by s square plus 100. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കെല്ലാം അറിയുന്ന ഫോമാറ്റാണ് 1/s plus a, s divided by s square plus a square, 1 divided by s square plus a square. ഇതെന്ത് വരും? 1 divided by s plus a എന്ന് പറയുന്നത് e raised to minus at. 1 s divided by s square plus 100 എന്ന് പറയുന്നത് cos 10t. 1 divided by s square plus 100 എന്ന് പറയുന്നത് sin 10t. അപ്പോൾ എല്ലാം നമുക്ക് അറിയുന്ന ഫോമിലേക്കായി. അപ്പോൾ ഇതിൽ വി ക്യാൻ റൈറ്റ് i of t ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 0.92 ഇൻറ്റു 1/s plus 3ൻ്റെ e raised to minus 3t. അടുത്തത് 0.92 s divided by s square plus 100. കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതാം. സോ മൈനസ് 0.92 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100 എന്ന് പറയുന്നത് എന്താ? കോസ് 10t ആണ്. സോ കോസ് 10t. ഇനി സൈനിൻ്റെ ടേം ചെയ്യുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളവിടെ ചെയ്യാനുണ്ട്. എങ്ങനെയാ? സൈനിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ആണ് സൈൻ 80. അപ്പോൾ ഇവിടെ ശരിക്കും അടിയിൽ 10 സ്ക്വയർ ഉണ്ട്, പക്ഷേ ന്യൂമറേറ്ററിൽ 10 ഇല്ലല്ലോ. 10 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100 ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് സൈൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൽ ഒരു 10 ഫിറ്റ് ചെയ്യുക. ന്യൂമറേറ്ററിൽ 10 ഫിറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലും ഓട്ടോമാറ്റിക്കലി ഒരു 10 വെക്കണം, എന്നാലല്ലേ ശരിയാവും. അതിൽ 10 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 100ൻ്റെ നമുക്ക് സൈൻ ആയിട്ട് എഴുതാം. ബാക്കി എന്താ ഉണ്ടാവുക? 2.76 ഡിവൈഡഡ് ബൈ 10. 2.76 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് എത്രയാ? 0.276. സോ 0.276 ഇൻറ്റു ബാക്കിയുള്ളത് സൈൻ 10t. So this is the final expression for I of t. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ, അതായത് ഓരോ ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോമുകളുടെ ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമുക്ക് ഇതുപോലെ അറിയാത്ത ഫോമാറ്റിലായിരിക്കും സൊല്യൂഷൻസ്, അല്ലെങ്കിൽ അറിയാത്ത ഫോമാറ്റിലായിരിക്കും എസ് ഡൊമൈനിലുള്ള വാല്യൂ കിട്ടുക. അതിനെ എങ്ങനെ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം, എങ്ങനെ നമുക്കറിയാവുന്ന ലാപ്ലേസ് ഫംഗ്ഷനായിട്ട് അതിനെ മാറ്റാം എന്നുള്ളത് നല്ല അത്യാവശ്യം ലാപ്ലേസ് അറിയുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് സെഷൻ, അതായത് ഐ ഓഫ് എസ് കിട്ടിയത് മുതൽ ഐ ഓഫ് ടി കണ്ടുപിടിക്കുന്നതിനായിരിക്കും കൂടുതൽ മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 6+8 എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഡിവിഷൻ ഉണ്ടാവുക. ഐ ഓഫ് എസ് കണ്ടുപിടിക്കുന്നവരെ 6 മാർക്സും ഐ ഓഫ് ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 8 മാർക്സും, അങ്ങനെ മൊത്തം 14 മാർക്സ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തേർഡ് മൊഡ്യൂളിലുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പുതിയ മൊഡ്യൂളായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.